എടച്ചേരി കളിയാംവള്ളി ഇനി കടത്തനാടിന്റെ വെനീസ്. നിർദ്ദിഷ്ട ദേശീയ ഉൾനാടൻ ജലഗതാഗത പാത കടന്നുപോകുന്ന വടകര മാഹി കനാലിൽ എടച്ചേരി ഗ്രാമപഞ്ചായത്തിലെ കളിയാംവള്ളി പാലം, തയ്യിൽ പാലം എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കുമെന്ന് ഇ.കെ. വിജയൻ എം.എൽ.എ. നാദാപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കളിയാംവള്ളി പാലത്തിന്റെ ഇരുഭാഗത്തും ജലപാത നിർമ്മാണം നേരത്തെ പൂർത്തിയായതാണ്. ഇവിടെ നിലവിലുള്ള പാലം ജലഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതുകൊണ്ട് അതേ സ്ഥാനത്ത് ജലപാത മാനദണ്ഡം അനുസരിച്ച് ആധുനിക രീതിയിലുള്ള ആർച്ച് പാലം നിർമ്മിക്കുകയാണ്. ജലപാത വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ എടച്ചേരി, ഏറാമല ഗ്രാമപഞ്ചായത്തുകളിൽ ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകാൻ പോവുകയാണ്. എടച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ഗോപാലൻ, വൈസ് പ്രസിഡന്റ് കെ.പി. അശ്വിനി, ടി. പ്രകാശൻ, രാമചന്ദ്രൻ പുതിയോട്ടിൽ, കളത്തിൽ സുരേന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുഴയിൽ നമ്മൾ ഈ ഗതാഗതത്തിന് വേണ്ടി നടത്തുന്ന ജലപാത, അതിൽ 2 പാലങ്ങളുടെ പ്രവർത്തനം കാരണം 6-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നടത്തുകയാണ്. അതിലൊന്ന് നമ്മുടെ മെയിൻ റോഡിൽ, മുട്ടുങ്ങൽ നാദാപുരം റോഡിൽ കളയാംവള്ളി പാലം 32.86 കോടി രൂപ ഭരണാനുമതി ലഭിച്ചത് സൊസൈറ്റിയാണ്, ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ആ പണി ചെയ്യുന്നത്. വേറൊന്ന് തയ്യിൽ പാലം, അതിൻ്റെ കുറച്ച് അപ്പുറത്താണ്. അത് കാസർഗോഡ് ഒരു കോൺട്രാക്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെയും പ്രവർത്തന ഉദ്ഘാടനം അന്ന് നടക്കുകയാണ്. അത് 42 കോടി. അപ്പം അതിന് പണി പൂർത്തീകരിക്കാൻ കുറച്ച് സമയമെടുക്കും. ഇതിൻ്റെ തുടക്കം വേങ്ങോളി പാലത്തിൻ്റെ നിർമ്മാണത്തോടുകൂടിയാണ് ആരംഭിച്ചത്. അത് നിങ്ങളന്ന് വാർത്തയെല്ലാം കൊടുത്താണ്, ഓർമ്മയുണ്ടാവും. അതിമനോഹരമായാണ് വേങ്ങോളി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്രോച്ച് റോഡ് കൂടിയതിന് ശേഷം ഉണ്ടാക്കിയൊരു നല്ല റോഡായതും മാറിയിട്ടുണ്ട്. ഇനി കളിയാംവള്ളി പാലം മെയിൻ പാലമാണ്. അപ്പോൾ അതിന് ഊരാളുങ്കൽ സൊസൈറ്റി അതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് വരാതെ സൈഡിലൂടെ എടുത്ത് അതിൻ്റെ പണി, അതിന് നേരത്തെ നിങ്ങൾ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അല്ലേ, അതിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട്, ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഓൾറെഡി സൊസൈറ്റി എടുത്തിട്ട് അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കുറച്ചും കൂടി അകലെയാണ് തയ്യിൽ പാലം. അത് കുറച്ചും കൂടി വലിയ പാലമാണ്. അതിൻ്റെയും പ്രവർത്തന ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. നേരിട്ട് വന്ന് ഉദ്ഘാടനം നടത്താനാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പുതിയ സാഹചര്യം ഒക്കെ വരികയും അന്ന് തന്നെ കോഴിക്കോട് വലിയൊരു യുദ്ധവിരുദ്ധ റാലി നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി അതിൽ കൂടി മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കേണ്ടതുകൊണ്ട് നേരിട്ട് വരുന്നതിനുള്ള അസൗകര്യം അറിയിക്കുകയും ഓൺലൈനായി നമുക്കിത് നടത്താമെന്ന് പറയുകയും ചെയ്തു. തീർച്ചയായും അത് വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ യുദ്ധവിരുദ്ധ റാലി, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ അനുഭവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഓൺലൈനായി മതി, മറ്റേ നേരത്തെ വന്നുകൊള്ളാമെന്ന് നമ്മൾ സംസാരിച്ചപ്പം സമ്മതിച്ചായിരുന്നു. പക്ഷെ അത് ഇനി പിന്നെ സമയം നീണ്ടുപോകുന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. 10-12 ഒക്കെ ആയി വരാനിടയുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ പിന്നെ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അത് നമ്മുടെ ഈ മേഖലയുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായിരിക്കും. കാരണം മറ്റേ കാലം പഴയതായിരുന്നു. അപ്പോൾ അത് പുതുക്കി പണിത് ഇപ്പം നേവിഗേഷൻ്റെ അനുമതിയോടുകൂടി ഏറ്റവും മോഡേൺ ആർച്ച് സംവിധാനത്തിലൂടെയാണ് ആ പാലവും തയ്യിൽ പാലവും നിർമ്മിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് കരിങ്ങാലിമുക്ക് പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഓട്ടോമാറ്റിക് ഡോറ്, അതിൻ്റെ സിസ്റ്റം ഉണ്ട്. അത് ചെയ്യുന്നത് സൊസൈറ്റിയാണ്. അതിൻ്റെ സാങ്കേതിക പ്രവർത്തനം അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരാണ് ആ ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്രോച്ച് റോഡിന് 51 കോടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭരണാനുമതിക്ക് കിട്ടാൻ, പക്ഷേ ഈ നേരത്തെയുള്ള വർക്കിൽ കുറച്ച് പൈസ ബാക്കിയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്രയധികം പൈസ ആവശ്യം വരുന്നില്ല. പക്ഷേ ആ അപ്രോച്ച് റോഡും കൂടി വന്നു കഴിഞ്ഞാൽ അതിവിശാലമായ സൗകര്യമാണ് അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടാകുന്നത്. അതിനിടയ്ക്ക് ഒട്ടേറെ ഫോട്ടോ ബ്രിഡ്ജുകളും ഇതിൻ്റെ ഭാഗമായി ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫോട്ടോ ബ്രിഡ്ജും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് തന്നെ ഈ പുഴയിൽ 2 ബോട്ട് ജെട്ടുകൾ, ഒന്നിന് 1.16 ഒന്നിന് 1.20-24 അങ്ങനെ വരുന്ന രീതിയിൽ ഉണ്ട്. ഒന്ന് വണ്ടി പൂർത്തീകരിച്ചു, മറ്റേ പണി ഏകദേശം
അതിവേഗതയിലാണ് അതിൻ്റെ പണി നടക്കുന്നത്. അങ്ങനെ ഈ പാലങ്ങളുടെ പണിയെല്ലാം കഴിയുന്ന മുറയ്ക്ക് അത് പറയും അതിൻ്റെ കൂടെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ ടൂറിസം രംഗത്ത് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും സ്വകാര്യ സംരംഭകർ തന്നെ ഇഷ്ടംപോലെ ആളുകൾ വരാനായിട്ടുണ്ട്. ഹൗസ് ബോട്ടുകൾ എല്ലാം ഇറക്കാനുള്ള സാഹചര്യമൊക്കെ നിലവിലുണ്ട്. അപ്പോൾ കൂടി വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒട്ടേറെ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. മാഷ് പറഞ്ഞ തുരുത്തിമുക്ക് പാലം ഓൾറെഡി ബഡ്ജറ്റ് വർക്കാണ്. ആ പാലത്തിൻ്റെ പണി സൊസൈറ്റി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു സ്ലോ ഉണ്ട്, പക്ഷേ എന്നാൽ പോലും അത് നേരത്തെ നിന്ന് വരുന്നു. വീണ്ടും ആ പണി അവർ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പാലങ്ങളുണ്ട് ഇപ്പുറത്തുള്ള. പക്ഷേ ഞാൻ ഈ മാഹി പുഴയുമായി ബന്ധപ്പെട്ട് ഈ ജലപാതയുമായി ബന്ധപ്പെട്ട റോഡ് പാലത്തിൻ്റെ കാര്യങ്ങളാണ് മാത്രമാണ് സൂചിപ്പിച്ചത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ആ മേഖലയ്ക്കാകെ തന്നെ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതെല്ലാം വടകര മണ്ഡലവുമായിട്ട് ടച്ച് ചെയ്യുന്നതാണ്, അപ്പുറത്തെ എറമല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷനിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. നാളെ MLA അധ്യക്ഷതയിൽ അതിനൊരു യോഗം നടക്കും. അതിൽ ബഹുമാനപ്പെട്ട മറ്റ് MLA ഉൾപ്പെടെയുള്ള എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കാനുള്ള സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷെ അത് ഓൺലൈനായിട്ടാണ് നടക്കുന്നതെങ്കിൽ ജനകീയമായി നല്ല ജനപങ്കാളിത്തത്തോടെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചത്.